ചൂരൽമലയിൽ നിന്ന് എസ് വിജയകുമാർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഈ കെടാവർ നായ്ക്കൾ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള കെടാവർ ഡോഗ്സ് ആണ്. ആ സംഘം ഏതാണ്ട് 14 ആളുകളുണ്ട്. ആ സംഘം അതിന്റെ തെരച്ചിലിനായി ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലേക്ക് പോവുകയാണ്. അതിനെ ഇവിടുന്ന് ഒരു ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഇത് ഈ മണ്ണിനടിയിലുള്ള മനുഷ്യ ശരീര സാന്നിധ്യം കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേകതരം ട്രെയിൻഡായ സ്നിഫർ ഡോഗ്സ് ആണ്. നേരത്തെ ആർമിയുടെയും അതുപോലെ തന്നെ കേരള പോലീസിന്റെയും ഇത്തരം ഡോഗ്സിനെ അവിടെ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ ഫലപ്രദമായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ ഫലപ്രദമായ തെരച്ചിൽ നടത്തിയ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഡോഗ്സിനെ ആ ദൗത്യത്തിനായി നിയോഗിക്കുന്നത്. അതിനാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ആ നിലയിൽ ട്രെയിൻഡായ ഡോഗ്സിനെ കൊണ്ടുവരുന്നത്. അതിനെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം തുടങ്ങിയ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് അവരുടെ ഈ സ്ക്വാഡിന്റെ ഇന്നത്തെ ദൗത്യം. ഇത് കേരള പോലീസിന്റെ പക്കലുണ്ടായിരുന്ന ഈ സ്ക്വാഡിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ആർമിയുടെ ഭാഗത്തും ആർമിക്കും ഇത്തരം കെടാവർ ഡോഗ്സ് ഉണ്ട്. അതിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു, അതുമുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ക്വാഡും നടത്തിയ തെരച്ചിൽ ഫലപ്രദമായിരുന്നു. ഈ ഡോഗ് ചൂണ്ടിക്കാട്ടിയ മേഖലകളിൽ തിരയുകയും അവിടെ നിന്ന് മനുഷ്യ ശരീരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. നമ്മൾ അന്ന് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. നമ്മളുടെ ആ വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് ഈ ഡോഗ് സ്ക്വാഡിലെ ഒരു ഡോഗ് നിരന്തരമായി കുരയ്ക്കുകയും അത് ചില സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ ആ തെരച്ചിലിൽ അവിടുന്ന് 2 മൃതദേഹം പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഡോഗ്സിനെ കൂടുതൽ ഈ മേഖലകളിൽ വിന്യസിക്കാൻ തീരുമാനമായത്. അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായ വാഗ്ദാനം ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അതിനെ കൂടുതൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ ആദ്യ സംഘം ഇതിനോടകം ഒരു ജീപ്പിൽ ഡോഗ്സിനെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയും രണ്ടെണ്ണം കൂടി ഇവിടെ തുടരുന്നുണ്ട്. അതിനെ അടുത്ത ജീപ്പിൽ പുഞ്ചിരിമട്ടം ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ 4 ഡോഗ്സാണ് ആ സംഘത്തിലുള്ളത്. അപ്പോൾ അത് നൽകുന്ന സൂചനകൾക്കനുസരിച്ച് ആ മേഖലയിൽ നിന്ന് തെരച്ചിൽ നടത്തും. ഇത്തരം ഡോഗ്സ് ഫലപ്രദമാണ്. ഈ മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്ന സ്നിഫർ ഡോഗ്സ് ട്രെയിൻഡാണ് ഇവർ. അപ്പോൾ ഇവരുടെ സേവനം ഇവിടെ ഉപയോഗപ്പെടുത്താം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരോടൊപ്പം സെർച്ച് ആൻഡ് റെസ്ക്യൂ വാരിയേഴ്സ് എന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ കൂടി, സെർച്ച് ആൻഡ് റെസ്ക്യൂ വാരിയേഴ്സ് എന്നാണ് അവരെ പറയുന്നത്, അവരും ഈ സംഘത്തോടൊപ്പമുണ്ട്. അവരും ഇക്കാര്യത്തിൽ ട്രെയിൻഡാണ്. അപ്പോൾ അവരാണ് ഈ ഡോഗ്സിനെ ക്യാരി ചെയ്യുന്നത്. അത് നൽകുന്ന സൂചനകൾ അടുത്ത ദൗത്യ സംഘത്തിന് കൈമാറുന്നത് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ വാരിയേഴ്സ് ആണ്. അവർ നൽകുന്ന സൂചനകൾക്കനുസരിച്ചായിരിക്കും അവിടെ തെരച്ചിൽ നടത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ SKN, ഇതൊരു വളരെ വിശാലമായ മേഖലയാണ്. ഇപ്പോൾ മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും അടങ്ങുന്ന ഈ ഭാഗം, ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് നമുക്ക് തെരച്ചിൽ നടത്തണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സൂചനകൾ കിട്ടുകയാണെങ്കിൽ അത് ഫലപ്രദമാകും. അതല്ലെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഭാഗത്ത് തെരച്ചിൽ നടത്താൻ കഴിയില്ല. നമ്മൾ വളരെ ഏക്കർ കണക്കിന് വിശാലമായ ഭൂപ്രദേശത്ത് മുഴുവൻ തിരയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിപ്പോഴത്തെ നിലയിൽ പ്രായോഗികമായി നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിന് അത്രയും എക്യുപ്മെന്റ്സ് വേണം. എക്യുപ്മെന്റ്സ് ഉണ്ട് എങ്കിൽ പോലും അത് കൂടുതൽ സ്ഥലത്തേക്ക് വിന്യസിക്കേണ്ടി വരും. അങ്ങനെ കുറെ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മാർഗങ്ങൾ. ഇന്നിപ്പോൾ ഐബോർഡ് റഡാർ പരിശോധന നടക്കുന്നുണ്ട്. അത് അല്പസമയത്തിനകം തുടങ്ങും. അപ്പോൾ ഐബോർഡ് റഡാറും ഇപ്പോൾ ഈ സ്നിഫർ ഡോഗ്സും ഒക്കെ ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രദേശത്തേക്ക് നമ്മളുടെ തെരച്ചിൽ കേന്ദ്രീകരിക്കാൻ ഉതകും. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഒരു വലിയ മേഖലയാണ്. മേലെ മുണ്ടക്കൈ എന്ന് പറയുന്നത് വലിയ ഭാഗമാണ്. അതുപോലെ നമ്മൾ ഈ പറയുന്ന വെള്ളാർമല സ്കൂൾ റോഡ്, അതിന്റെ ഇടത്തും വലത്തുമുള്ള ഈ 2 ഭാഗം, അതായത് മേൽപ്പാടി പഞ്ചായത്തിന്റെ 12ാം വാർഡ്, അപ്പോൾ ആ ഭാഗം എന്നൊക്കെ പറഞ്ഞ വിശാലമായ ഭൂപ്രദേശമാണ്. അവിടെ മുഴുവൻ മണ്ണ് കൂമ്പാരമായി കിടക്കുകയാണ്. അപ്പോൾ അത് മുഴുവൻ നീക്കി പരിശോധിക്കുക എന്ന് പറയുന്ന ഒരുപക്ഷെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ജോലിയായി മാറും. അപ്പോൾ ആ ജോലി കുറെ കൂടി എളുപ്പമാക്കുക എന്നതാണ് ഇത്തരം വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.